ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനന്തർ വീഡിയോ ഗൈസ്. നമ്മൾ കുറേ നാളായി ഒരു വീഡിയോ ഇട്ടിച്ച്. ഇന്ന് നമ്മുടെ അടുത്തുള്ളത് പോളോ 1 ലിറ്റർ ആണ്. MPI എഞ്ചിനാണ് നമ്മളതിലുള്ളത് കേട്ടോ. ഇതാണ് കീ വരുന്നത്. ബേസിക് ആയിട്ടുള്ള കീ ആണ്. ഒരു നൈഫ് കീയും എന്ന് പറഞ്ഞിട്ടുള്ള നോർമൽ കീയും പിന്നെ ഇത് ആക്സസറി ആയിട്ട് നമ്മൾ സെൻട്രൽ ലോക്കിങ് ചെയ്തതാണ് കേട്ടോ. ഇത് വന്നിട്ട് 2020 മോഡൽ വണ്ടിയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് എഞ്ചിൻ വേഗം തുറന്നൊന്ന് കാണിച്ചു തരാം. ഇതൊരു 1 ലിറ്റർ എഞ്ചിനാണ് കേട്ടോ. അതായത് 3 സിലിണ്ടർ വരുന്ന ഒരു 1 ലിറ്റർ എഞ്ചിനാണ്. 75 PHP ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 95 Nm ടോർക്കുമാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. കുറച്ച് അണ്ടർ പവേർഡാണ്. അത് 1 ലിറ്റർ 3 സിലിണ്ടർ ആയതുകൊണ്ട് തന്നെ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് അണ്ടർ പവേർഡായിട്ട് നമുക്ക് തോന്നും. പക്ഷേ നമുക്ക് സിറ്റിയിലും ഹൈവേസിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് കമ്മ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ്. നമുക്ക് ട്രെൻഡ് ലൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് അലോയ്സ് കാര്യങ്ങളൊന്നും വരത്തില്ല. അതുപോലെ തന്നെ ബാക്ക് സ്പോയിലറും കാര്യങ്ങളൊന്നും വരത്തില്ല. നമ്മൾ ഇതിൻ്റെ അകത്ത് ഇപ്പം ആഫ്റ്റർ മാർക്കറ്റായിട്ട് നമ്മൾ ചെയ്തേക്കുന്നതാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് സ്റ്റോക്ക് വരുന്നത് എനിക്ക് തോന്നുന്നു 175 സെക്ഷൻ ടയറാണെന്നാണ് തോന്നുന്നത്. എനിക്ക് ഉറപ്പില്ല. ഇതിപ്പോൾ നമ്മൾ 195 ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു അലോയ്സും നമ്മൾ കയറ്റിയിട്ടുണ്ട് കേട്ടോ. 16 ഇഞ്ചിൻ്റെ 2020 ആ ഒരു റേഞ്ചിലൊക്കെ ഇറങ്ങിയ പോളോയ്ക്കാണ് ഈ ഒരു കളറും സ്കീമും വരുന്നത്. അല്ലാതെ വേറൊരു ലൈറ്റ് റെഡ് ആയിരിക്കും. ഇത് കുറച്ച് ചെറിയ റെഡ് പോലത്തെ ഒരു കളറാണ് ഈ റെഡും. അതുപോലെ തന്നെ നമുക്ക് സൈഡ് സ്കേർട്ടും അതുപോലെ തന്നെ ഫ്രണ്ട് ലിപ്പും നമുക്ക് വരും കേട്ടോ. ഇത് അത്യാവശ്യം നല്ല സ്പോർട്ടി ആയിട്ട് നമുക്ക് വണ്ടിയിൽ തോന്നും കേട്ടോ. പിന്നെ പറയാനുള്ളത്, ഈ വണ്ടിയിൽ നമ്മളിപ്പം ടിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലീഗലായിട്ടുള്ള ഗാർവെയറിൻ്റെ ടിൻറ്റാണ് ചെയ്തേക്കുന്നത്. 50% ടിൻറ്റാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത്. ആ അലോയ്സും ബാക്ക് സ്പോയിലറും കയറ്റിയപ്പോൾ തന്നെ വണ്ടിയുടെ ലുക്ക് അന്യായമായി. പിന്നെ നമുക്ക് ഇൻറ്റീരിയേഴ്സിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ബാക്ക് വശത്തിലോട്ട് പോവാം. ബാക്കിലോട്ട് നോക്കിയാൽ നമുക്ക് ഡീഫോഗർ ലൈൻസും കാര്യങ്ങളൊന്നും വരത്തില്ല. പിന്നെ നമ്മൾ ബാക്കും അതേപടി 70% നമ്മൾ ടിൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കിലൊരു സ്പോയിലർ, പോളോയൊക്കെ GT-ലൊക്കെ വരുന്ന അതേ ടൈപ്പ് OEM പാർട്ടാണ് ഇപ്പോൾ കയറ്റിയിരിക്കുന്നത്. അതുപോലെ തന്നെ റൂഫ് നമുക്ക് കുറച്ചും കൂടെ കഴിഞ്ഞ്, റൂഫ് ആൻഡിനെ നമ്മൾ കുറച്ചും കൂടെ കഴിഞ്ഞ് ഒരു ഷാർക്ക് ഫിന്നും കൂടെ ആക്കും കേട്ടോ. അത് ഇവിടെ വന്ന് തട്ടുന്നുണ്ട് ഇത് ഓപ്പൺ ആക്കുമ്പം. അത് മാറ്റാനുള്ളൊരു ചെറിയ പ്ലാൻ ഉണ്ട്. പിന്നെ ഡിക്കി സ്പേസൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ കുറച്ച് കുറവാണ് കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള ഹാച്ച് ബാക്ക് മോഡൽസിനെ വെച്ചൊക്കെ നോക്കുമ്പോൾ കുറവാണ്. പക്ഷേ ആഡ്വക്കേറ്റാണ്, കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്, നമ്മൾ സെക്കൻഡ്സ് എടുത്തതാണ് കേട്ടോ. വണ്ടി അത്യാവശ്യം നീറ്റാണ്. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും നിലവിലൊന്നും ഇല്ലായിരുന്നു. ബാക്ക് ഫ്യൂൽ ടാങ്കിൻ്റെ ഓസിൽ ചെറിയൊരു ലീക്ക് ഉണ്ടായിരുന്നു. അത് നമ്മളിപ്പം ക്ലിയർ ആക്കിയിട്ടുണ്ട്. വേറെ മേജർ സീനുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. വണ്ടി പക്കയാണ്. പിന്നെ ഈ 2020 മോഡൽ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഡുവൽ ചേമ്പേഴ്സ് ഹെഡ്ലൈറ്റാണ് കേട്ടോ വരുന്നത്. പിന്നെ ഗ്രില്ലിനും ചെറിയൊരു വ്യത്യാസമുണ്ട്. പിന്നെ ടേൺ ഇൻഡിക്കേറ്റേഴ്സൊക്കെ ഇപ്പോൾ മിററിലാണ് വരുന്നത്. നേരത്തെ ഫെൻഡറിലായിരുന്നു, ഇപ്പോൾ അത് ഒരു മിററിലാക്കിയിട്ടുണ്ട് പുതിയ വേർഷൻസിലൊക്കെ. നമുക്കൊന്ന് വണ്ടിക്ക് അകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് നോക്കാം. ഫ്രണ്ട് ലൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ടിൽ രണ്ടും പവർ ഡോറായിരിക്കും വരുന്നത്. പവർ വിൻഡോ ആണ് വരുന്നത്. ഡ്രൈവർ സൈഡും അതുപോലെ തന്നെ കോ ഡ്രൈവർ സൈഡും. സീറ്റ് നമ്മൾ ലെതർ ഓൾറെഡി ചെയ്തേക്കുന്നതാണ്. 4 ഡോർ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ രണ്ടാമത് കയറ്റിയതാണ്. പിന്നെ ഇത് ആൻഡ്രോയിഡ് സിസ്റ്റവും നമ്മൾ കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഒരു 9 ഇഞ്ചിൻ്റെ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റവും കയറ്റിയിട്ടുണ്ട്. വേറെ പറയത്തക്ക വിധം വേറെ ഇൻഡോസിലും വേറെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. സ്റ്റാർട്ട് ചെയ്യാം. ഇതിൻ്റെ സൗണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. RPM ഇപ്പോൾ നോർമലിലാണ് കേട്ടോ നിൽക്കുന്നത്. ഞാൻ ഒന്ന് റേസ് ചെയ്തൊന്ന് കേൾപ്പിച്ചു തരാം. ഭയങ്കര നോയ്സി ആയിട്ടുള്ള എൻജിനും കാര്യങ്ങളൊന്നും അല്ല. അത്യാവശ്യം എന്താ പറയുക, ജർമ്മൻ ക്വാളിറ്റി നന്നായിട്ട് നൽകുന്ന ഒരു വണ്ടിയും കൂടാണ് കേട്ടോ പോളോ. അത്യാവശ്യം നല്ല ഫാൻ ബേസ് ഉള്ള ഒരു വണ്ടിയാണ്. നിർത്തിയതോടുകൂടി ഇതിൻ്റെ മാർക്കറ്റ് കുറച്ചും കൂടെ ഹൈ ആയിട്ടുണ്ട്. ആൾക്കാർക്ക് ഇതിനുള്ള ഡിമാൻഡും കൂടി വരുന്നുണ്ട്. പിന്നെ തനിതായ നമ്മളെ ജർമ്മൻ കാസിൽ വരുന്ന അല്ലെങ്കിൽ പോളോയിലോട്ടൊക്കെ വരുന്ന ഹെഡ് ലാമ്പ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇങ്ങനെ തിരിക്കുന്നത്. ഇവിടെ വൈപ്പേഴ്സിൻ്റെയും അതുപോലെ തന്നെ ഇവിടെ ഇൻഡിക്കേറ്റേഴ്സും അതുപോലെ തന്നെ ഹെഡ്ലൈറ്റിൻ IBM ലോ ബീം അങ്ങനെയൊക്കെ കാര്യങ്ങളാണ് ലെഫ്റ്റ് സൈഡിൽ വരുന്നത്. പിന്നെ പോളോ ആയിട്ടുള്ള ഹോൺ, ഞാൻ ഹോൺ എപ്പിച്ചു തരാം. ഇതാണ് ഹോൺ വരുന്നത്. പിന്നെ നമുക്ക് ട്രെൻഡ് ലൈൻ ആയതുകൊണ്ട് തന്നെ ഈ സൈഡ് നമുക്ക് മിറേഴ്സ് വരത്തില്ല. ഈ സൈഡ് വാനിറ്റി മിറേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഗ്ലോ ബോക്സ് കുഴപ്പമില്ല, സഫിഷ്യൻ്റ് ആണ്, സ്പേസും കാര്യങ്ങളൊക്കെ. പിന്നെ ബാക്കിലേക്ക് നോക്കുമ്പോഴാണ് ചെറിയ നമുക്കൊന്ന് സ്പേസ് കുറവാണ് എന്നുള്ള രീതിക്ക് തോന്നുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ബാക്കിൽ നമുക്ക് നോർമൽ റോളിംഗ് വിൻഡോസാണ് വരുന്നത്. പവറൊന്നും വരുന്നില്ല.
പിന്നെ ഇവിടെ നമുക്ക് സ്പീക്കറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, അത് വർക്കിംഗ് തന്നെയാണ്. കയറി ഇരുന്ന് കഴിഞ്ഞാലും കുറച്ചൊന്ന് നമുക്ക് ലെഗ് റൂമും അതുപോലെ തന്നെ ഹെഡ് റൂം ചെറിയ രീതിക്ക് കുറവായിട്ടുള്ള രീതിക്ക് ഫീൽ ചെയ്യും. അത് ബാക്കി കമ്പാരിറ്റീവ് ഉള്ള ഒരു ഹാച്ച് ബാക്ക് മോഡൽസിനെ വെച്ച് നോക്കുമ്പോൾ പോളോയ്ക്ക് അത്യാവശ്യം ഡയമെൻഷൻസ് കുറവാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇൻറ്റീരിയേഴ്സ് നമുക്ക് അധികം സ്പേസ് തന്നാത്തത്. അപ്പോൾ ഇത് അത്ര ഉണ്ടായിരുന്നു നമ്മളെ ഒരു ചെറിയൊരു പോളോയുടെ ഒരു വീഡിയോ ചെയ്യാൻ ഓർത്തിട്ടാണ് ഇതിൽ ചെയ്തത്. നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് ചെയ്തേക്കുന്നത് അലോയ്സാണ്. അലോയ്സ് നമുക്ക് ആയത് ഏകദേശം 32 രൂപയാണ് ആയിട്ടുള്ളത്. പിന്നെ ടയർ അപ്സൈസ് ചെയ്തതും ഏകദേശം ആ ഒരു റേഞ്ചിൽ തന്നെ ആയിട്ടുണ്ട്, 32 സംതിങ്. പിന്നെ ബാക്ക് സ്പോയിലർ വന്നിട്ട് 3800 ആയിട്ടുള്ളത്. പിന്നെ അകത്ത് ഇൻഫോർടൈൻമെൻറ്റ് പ്ലസ് ക്യാമറ അത് ചെയ്തത് നമുക്ക് 11,000 രൂപയ്ക്കാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഗൈസ്. ഓക്കെ, ഡ്രൈവ് സേഫ്, ഡ്രൈവ് റെസ്പോൺസിബിളി. ബൈ ബൈ.